ഞാൻ ഹോമിയോ ഡോക്ടർ ദാസ്. സുഹൃത്തുക്കളെ, ഇന്ന് ഫ്ലവർ റെമഡീസിലെ ഒരു പ്രധാന മെഡിസിനായ ഹോളിയെക്കുറിച്ച് സംസാരിക്കാം. ഹോളിയുടെ പ്രധാന പ്രത്യേകത സംശയമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം, ഭാര്യ എങ്ങോട്ട് നോക്കിയാലും സംശയം, ഭാര്യ ആരെ നോക്കി ചിരിച്ചാലും സംശയം, ആരോടെങ്കിലും സംസാരിച്ചാലും സംശയം. ഇത് തിരിച്ചും ആകാം. ഇങ്ങനെയുള്ള സംശയത്തിൻ്റെ മനസ്സുമായിട്ടുള്ള ജീവിതം കുടുംബജീവിതം ദുസ്സഹമാക്കുന്നു. ഇനി വേറൊരു കൂട്ടരുടെ സംശയത്തെക്കുറിച്ച് സംസാരിക്കാം. ഇവർ പുറത്തോട്ടിറങ്ങുമ്പോൾ വഴിയിൽ രണ്ടുപേർ നിന്ന് സംസാരിക്കുന്നത് കണ്ടാൽ അത് തന്നെക്കുറിച്ചാണെന്നും തൻ്റെ കുറ്റങ്ങൾ പറയുകയാണെന്നുമുള്ള സംശയം. അതുപോലെ പോലീസുകാരെ കണ്ടാൽ അത് തന്നെ പിടിക്കുവാൻ നടക്കുന്ന പോലീസാണെന്നുള്ള സംശയം. ഈ അവസ്ഥയിൽ ഇവർക്ക് ജോലിക്ക് പോകുവാൻ കഴിയാതെയാവുകയും പുറത്തോട്ടിറങ്ങുവാൻ തന്നെ കഴിയാതെ വരികയും വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള സംശയങ്ങൾ ദൂരീകരിച്ച് മനസ്സിനെ സ്വസ്ഥമാക്കുവാൻ ഈ ഹോളി സഹായിക്കും. ഇനി വേറൊരു പ്രത്യേകതയെക്കുറിച്ച് പറയാം. ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ നോക്കാതെ അത് വാഗ്വാദത്തിലേക്കും അടിപിടിയിലേക്കും എത്തിക്കുവാനായിരിക്കും ഇവരുടെ മനസ്സ് ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് പകയും പ്രതികാരവാഞ്ചയും. ഒരു ചെറിയ കാര്യത്തിന് പോലും പക ഉള്ളിൽ സൂക്ഷിക്കുകയും അവസരം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇവരുടെ മനസ്സ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിലെ പഴയ വില്ലൻ കഥാപാത്രങ്ങളുടെ മനസ്സായിരിക്കും ഇവരുടേത്. ഈ മാനസിക വൈകല്യം മാറ്റിയെടുക്കുവാനും ഹോളി എന്ന മെഡിസിൻ സഹായിക്കും. ഇനി അടുത്ത പ്രത്യേകത പറയാം. അത് അസൂയയാണ്. തന്നേക്കാൾ ഉയരങ്ങളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഉണ്ടാവുന്ന അസൂയ. അടുത്തുള്ള വീട്ടുകാർ ഒരു പുതിയ വീട് വെച്ചാൽ, പുതിയ വാഹനം വാങ്ങിച്ചാൽ എല്ലാം ഇവർക്ക് അസൂയ ഉണ്ടാക്കുന്നു. ഈ അസൂയ മൂലം അവരുടെ ഉറക്കം തന്നെ കുറേ ദിവസത്തേക്ക് നഷ്ടപ്പെട്ടേക്കാം. ഇനി കുട്ടികളിലുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയെ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വീട്ടിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ മൂത്തവരായ ചേച്ചിക്കോ ചേട്ടനോ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം. ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്നും തന്നെ സ്നേഹിക്കുന്നില്ലെന്നും, ഇപ്പോൾ എല്ലാവരും പുതിയതായി പിറന്ന കുട്ടിയാണ് ശ്രദ്ധിക്കുന്നതെന്നും സ്നേഹിക്കുന്നതെന്നുള്ള ഒരു മാനസിക സ്ഥിതി ഈ കുട്ടികൾക്ക് ഉണ്ടാകുകയും അതുമൂലം അവൻ ചില വികൃതികളും കുസൃതികളും കാണിക്കുവാൻ തുടങ്ങുന്നു. അത് എല്ലാ കുട്ടികളിലും കാണണമെന്നില്ല, ചില കുട്ടികളിൽ മാത്രം ഇത് സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള മാനസികാവസ്ഥയുള്ള കുട്ടികൾക്കും ഹോളി വളരെ ഫലപ്രദമാണ്. അവരുടെ മനസ്സിനെ ശാന്തമാക്കുവാൻ ഹോളിക്ക് കഴിയും. ഒരു ഹോമിയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഹോമിയോ മരുന്നുകൾ കഴിക്കാവൂ.